കമ്മ്യൂണിസം പറയാൻ സ്വാതന്ത്ര്യമുണ്ട് ഇവിടെ, മതനിരാസം പറയാൻ സ്വാതന്ത്ര്യമുണ്ട് ഇവിടെ, യുക്തിവാദം നാസ്തികത പറയാൻ സ്വാതന്ത്ര്യമുണ്ട് ഇവിടെ, മതം പറയാനും സ്വാതന്ത്ര്യമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ള എന്ന് പറയുന്നതാണ്. അതെ അതെ, ദൈവികമായ മൂല്യങ്ങൾ ഒരിക്കലും മാനവിക മൂല്യങ്ങളായിട്ട് ഏറ്റുമുട്ടില്ല. ഇലാഹിന് സാധാരണയായി മലയാളത്തിൽ ആരാധന എന്ന് ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആരാധനയ്ക്ക് അള്ളാഹു മാത്രമാണ് അർഹനായിട്ടുള്ളതെന്ന് കരുതുന്നു. രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു ബൈനറിക്കെതിരെ, രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു അതിർത്തിക്കെതിരെ, രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു വാല്യൂസിനെതിരെ ഹിക്കുമത്തെ ഇലാഹി എന്ന് പറയുന്ന മതരാഷ്ട്രവാദത്തിൽ നിന്ന് ഹിക്കുമത്തുദ്ദീൻ എന്ന് പറയുന്ന ദീനിൻ്റെ വ്യവസ്ഥ ഉണ്ടാക്കുക എന്ന ഒരു നമ്മൾ അനുഭവിച്ച പൗരോഹിത്യ മതത്തിൽ അധിഷ്ഠിതമായ ഒരു മതാധിഷ്ഠിത രാജ്യത്തെക്കുറിച്ച് ജമാഅത്തെ ഇസ്ലാമി ചർച്ച ചെയ്യുന്നേയില്ല. ഇസ്ലാമിക നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഭരണഘടനയോടുകൂടിയ ജനാധിപത്യ സംവിധാനമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാനം ഒന്ന് മൗദൂദിയല്ല, രണ്ട് ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദത്തെ പിന്തുണക്കുന്നില്ല. ഒരു ലക്ഷ്യം എന്താണെന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം ഇസ്ലാമിനെ പ്രബോധനം ചെയ്യലാണ്. നമസ്കാരം. ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള അമീർ പി മുജീബ് റഹ്മാനാണ് എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്നൊരു പേര് ജമാഅത്തെ ഇസ്ലാമിയുടെ പേരാണ്. പ്രത്യേകിച്ച് CPM അതിനെ വല്ലാതെ ആക്രമിക്കുന്നുണ്ട്. CPM പറയുന്നത് മെക്സവന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ്, ലീഗിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാധീനമുണ്ട്, സമസ്തയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാധീനമുണ്ട്. ഏറ്റവും ഒടുവിൽ പ്രിയങ്ക ഗാന്ധിയുടെ വിജയത്തിന് പിന്നിൽ പോലും ജമാഅത്തെ ഇസ്ലാമിയാണെന്നാണ് പറയുന്നത്. നമുക്ക് അവിടെ തുടങ്ങാം. ഈ വയനാട്ടിൽ ജമാഅത്തെ ഇസ്ലാമി ആർക്കൊപ്പമായിരുന്നു? ശരി, ജമാഅത്തെ ഇസ്ലാമി UDFിൻ്റെ ഒപ്പമായിരുന്നു. വിജയരാഘവന്റെ പ്രസ്താവനയിൽ തെറ്റില്ല എന്ന് തന്നെയാണ്. തെറ്റുണ്ടല്ലോ. ഏതർത്ഥത്തിലാണ് തെറ്റുള്ളത്? വിജയരാഘവൻ പറയുന്നത് പ്രിയങ്കയുടെ വിജയത്തിൻ്റെ പിന്നിൽ വർഗീയ ചേരിയാണെന്നാണ് പറഞ്ഞത്. മാത്രമല്ല മുന്നിലും പിന്നിലും ഉണ്ടായിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമി വോട്ട് കൊടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് വളരെ കൃത്യമാണ്. CPM കുറച്ച് കാലങ്ങളായി തുടർന്നു വരുന്ന വളരെ കൃത്യതയുള്ള രാഷ്ട്രീയ നിലപാടിൻ്റെ തുടർച്ചയായിട്ട് അതിനെ കാണേണ്ടതുള്ളൂ. വയനാട് സംഭവം എന്ന് പറയുന്നത് ഒറ്റ സംഭവമല്ല, നീണ്ട സംഭവ പരമ്പരയിലെ അവസാനത്തെ എപ്പിസോഡാണ് ഇപ്പോഴത്തെ. ഇനിയും അത് തുടരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ ഒരു നിലപാട് മാറ്റത്തിലേക്ക് CPM എത്തിയതും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ CPM സ്വീകരിച്ചിരുന്നതും മുസ്ലിം ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്തുക എന്നുള്ളതായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ ജമാഅത്തെ ഇസ്ലാമിയും അവരിൽ തൃപ്തരായിരുന്നു. CIC വിഷയത്തിലാണെങ്കിലും CIC NRC വിഷയത്തിൽ, ഏക സിവിൽ കോഡിൻ്റെ വിഷയത്തിലൊക്കെ CPM സ്വീകരിച്ച നയങ്ങളോട്, നിലപാടുകളോട് ജമാഅത്തെ ഇസ്ലാമിക്കും താല്പര്യമായിരുന്നു. അതിൽ എതിർപ്പില്ലല്ലോ. ഇല്ല. അതിനുശേഷം എന്താണ് സംഭവിച്ചത്? ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ നിലപാട് മാറ്റമാണോ CPMനെ ചൊടിപ്പിക്കുന്നത്, അതല്ല മൊത്തത്തിൽ ന്യൂനപക്ഷങ്ങൾ CPMനെതിരായി എന്നുള്ളതാണ്? അതിൽ ജമാഅത്തെ ഇസ്ലാമി നാളിതുവരെ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചതെല്ലാം രാഷ്ട്രീയപരമായ കാരണങ്ങളല്ല. മതസാമുദായിക സംഘടനകൾ പിന്തുണ കൊടുക്കുന്നിടത്ത് വ്യത്യസ്തമായ ഘടകങ്ങൾ അടിസ്ഥാനമായി വർത്തിക്കാറുണ്ടെന്നുള്ളത് ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്ന കാര്യമാണ്. ജമാഅത്തെ ഇസ്ലാമി നാളിതുവരെ അതിൻ്റെ പിന്തുണ കൊടുത്തതെല്ലാം രാഷ്ട്രീയമായ കാരണങ്ങളാലാണ്. ഏതാണ്ട് 90കൾക്ക് ശേഷം 3 പതിറ്റാണ്ട് കാലം എന്ന് വേണമെങ്കിൽ പറയാം ജമാഅത്തെ ഇസ്ലാമി CPMനെ പിന്തുണച്ചിട്ടുണ്ട്. ആ പിന്തുണയും രാഷ്ട്രീയപരമായ കാരണങ്ങളാണ്. ഫാസിസ്റ്റ് വിരുദ്ധ സമീപനം, സാമ്രാജ്യത്വ വിരുദ്ധ നിലപാട്, ഇതിൽ നിലനിൽക്കുന്ന മുന്നണികളിൽ അന്ന് സമീപനങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ കുറച്ചുകൂടി ഉയർന്ന സമീപനം, ബാബരി മസ്ജിദ് ധ്വംസനത്തിൻ്റെ എല്ലാം വിഷയത്തിൽ ഇടതുപക്ഷമെടുത്ത സമീപനത്തോട് അന്നത്തെ മറ്റൊരു മുന്നണിയേക്കാൾ പരിഗണന കൊടുക്കാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അന്നും പിന്തുണ കൊടുത്തത് ഇടതുപക്ഷവുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. പക്ഷേ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു പിണറായി വിജയനുമായി സംസ്ഥാന സെക്രട്ടറി പിണറായിയുമായിട്ട് സംസാരിച്ചു. പക്ഷേ 2019 എത്തിയപ്പോൾ എന്തൊരു കാരണത്താലാണോ CPMനെ പിന്തുണച്ചത്, സമാനമായ സ്വഭാവത്തിൽ രാഷ്ട്രീയ കാരണങ്ങളാൽ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ UDFനായി. കേരളത്തിൽ ഇന്ത്യ മുന്നണിയെ നമ്മൾ പരിഗണിക്കുമ്പോൾ ഇരു കക്ഷികളുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ദേശീയ കക്ഷി എന്നുള്ള അർത്ഥത്തിൽ ഈ കോൺഗ്രസിനാണ് കൊടുത്തത്. കേരളത്തിന് പുറത്ത് നിങ്ങൾക്കറിയാവുന്ന പോലെ മധുര, ഡിണ്ടിഗൽ, അതുപോലെ തന്നെ രാജസ്ഥാനിലെ സിക്കർ, ഈ 3 മണ്ഡലങ്ങളിലും വിജയിച്ച സ്ഥാനാർത്ഥിക്ക് ജമാഅത്തെ ഇസ്ലാമി പിന്തുണ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ബംഗാളിൽ CPIMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം സലീം മത്സരിച്ച മുർഷിദാബാദിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സലീമിനാണ്. അപ്പോൾ പ്രിയങ്കയുടെ പിന്നിൽ മാത്രമല്ല ജമാഅത്തെ ഇസ്ലാമി, സലീമിൻ്റെയും വിജയിച്ച 3 കാൻഡിഡേറ്റിൻ്റെയും പിന്നിലും ജമാഅത്തെ ഇസ്ലാമിയുണ്ട്. ജമാഅത്തെ ഇസ്ലാമി പിന്നിലുണ്ട് എന്നതിൻ്റെ പേരിലാണ് ദേശീയ രാഷ്ട്രീയത്തിൽ വരെ ചർച്ചയാകാവുന്ന നാഷണൽ മീഡിയകൾക്ക് വരെ മരുന്നിട്ട് കൊടുക്കുന്ന സമീപനം
ഇവിടെ CPM സ്വീകരിച്ചത് എങ്കിൽ അത് CPM-നും ബാധകമാണ്. ജമാഅത്തെ ഇസ്ലാമിയോട് ഇവർ തെറ്റുന്നത്, അതായത് CPM തെറ്റുന്നത് ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ നിലപാടിൻ്റെ പേര് 2019 ഉണ്ട്. 2019 സ്വീകരിച്ച സമീപനത്തിന് ശേഷമാണ് CPIM സാധാരണത്തിൽ വിമർശിക്കാം. ജമാഅത്തെ ഇസ്ലാമി വിമർശനത്തിന് ശേഷം 2019 ശേഷം 2024 തെരഞ്ഞെടുപ്പ് വരെ ഈ മുസ്ലിം രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ NRC വിഷയത്തിലാണെങ്കിലും ഏക സിവിൽ കോഡിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഒരു കോമൺ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി മുസ്ലിം സംഘടനകൾ മുഴുവൻ ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാനും മുസ്ലിം മൈനോറിറ്റിയുടെ വിഷയങ്ങളിൽ മുന്നിൽ നിന്ന് നയിക്കുവാനൊക്കെ CPM ഉണ്ടായിരുന്നു. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അവർ ആകെ ഒരു മെജോറിറ്റി പ്ലീസിങ്ങിൻ്റെ ഭാഗമായിട്ട് മാറുകയാണ്. ആ ഒരു മാറ്റത്തിൻ്റെ കാരണമാണ് ചോദിക്കുന്നത്. അതെ, 2019 ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ലഭ്യമല്ലാത്തതിനെ തുടർന്നാണ് ജമാഅത്തെ ഇസ്ലാമിയെ ഒറ്റതിരിഞ്ഞ് അറ്റാക്ക് ചെയ്യുന്ന ഒരു സമീപനം സ്വീകരിച്ചത്. ജമാഅത്തെ ഇസ്ലാമിയോട് മാത്രമുള്ള വിയോജിപ്പാണോ, അല്ലെങ്കിൽ പൊതുവെ മൈനോറിറ്റി വോട്ടുകൾ കിട്ടില്ല എന്നുള്ള ഒരു ഉറപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഇനി തങ്ങളുടെ അടിസ്ഥാന വോട്ടുകൾ കൂടി നഷ്ടപ്പെടരുതെന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വിമർശനമാണോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? രഞ്ജിത്ത് പറഞ്ഞ രണ്ടാമത്തതിനോട് ഞാൻ രണ്ടാമത് പ്രതികരിക്കാം. ജമാഅത്തെ ഇസ്ലാമിയോട് മാത്രമുള്ള വിയോജിപ്പാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് പറയാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് മൈനോറിറ്റിയുടെ വോട്ട് 2019 ഞങ്ങൾക്ക് ലഭിച്ചില്ല, 2024 തങ്ങൾക്ക് ലഭിച്ചില്ല. അവിടെ തൊട്ട് അല്ലെങ്കിൽ അതുൾപ്പെടെയുള്ള അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ മറുഭാഗത്ത് വളരെ അപകടകരമായ സ്വഭാവത്തിൽ ഹൈന്ദവ വോട്ടും ക്രൈസ്തവ വോട്ടും കൺസോൾഡേറ്റ് ചെയ്യുന്ന ഒരു അപകടകരമായ സോഷ്യൽ എഞ്ചിനീയറിങ്ങിലേക്ക് സംഘപരിവാറിൻ്റെ നെറേറ്റീവുകൾ മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് CPM മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുള്ളൂ. CPM ഉന്നയിക്കുന്ന ഈ വിമർശനങ്ങൾക്ക് പിന്നിൽ രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. നമുക്ക് അതിലേക്ക് പോയി കഴിഞ്ഞാൽ, ഒന്ന്, ജമാഅത്തെ ഇസ്ലാമി ഒരു നുഴഞ്ഞു കയറ്റക്കാരാണ്. ഒരു ഇൻ്റലക്ച്വൽ സെക്ടറിലാണെങ്കിലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ജനകീയ പ്രക്ഷോഭങ്ങളുടെ കാര്യത്തിലാണെങ്കിലും എല്ലാം ജമാഅത്തെ ഇസ്ലാമി അവിടേക്ക് നുഴഞ്ഞു കയറുന്ന, അല്ലെങ്കിൽ പിന്നിലൂടെ പ്രവേശിച്ച് അതിൻ്റെ മുൻപന്തിയിലൊന്നും ജമാഅത്തെ ഇസ്ലാമിയെ കാണാൻ പറ്റില്ല എന്ന് ഒരു വാദം. മറ്റൊന്ന്, ജമാഅത്തെ ഇസ്ലാമി ഒരു വർഗീയ മതരാഷ്ട്രവാദികളാണെന്നുള്ള വാദമാണ്. നമുക്ക് ഈ നുഴഞ്ഞു കയറ്റക്കാരിലേക്ക് വന്നാൽ, ഇപ്പോൾ ഈ MEC7 ഉൾപ്പെടെയുള്ള ഏതെങ്കിലും പ്രസ്ഥാനങ്ങൾക്കുള്ളിലേക്ക് നുഴഞ്ഞു കയറുന്ന ഒരു സ്വഭാവമുള്ള പ്രസ്ഥാനമാണോ ഈ ജമാഅത്തെ ഇസ്ലാമി? ഒരു ഉദാഹരണം പറഞ്ഞ സൗകര്യമാവുമല്ലോ. അതായത് ഇപ്പോൾ MEC7 ആണെങ്കിൽ ലാസ്റ്റ് ഉദാഹരണം പറഞ്ഞത്, രാജ്യത്ത് സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ ജമാഅത്തെ ഇസ്ലാമി രൂപപ്പെടുത്തിയതിന് ശേഷം അതിന് കൃത്യമായൊരു ഭരണഘടനയുണ്ട്. അതുപോലെ തന്നെ അതിന് 4 വർഷത്തേക്കുള്ള പോളിസിയും പ്രോഗ്രാമുണ്ട്, പ്രഖ്യാപിതമായ പോളിസിയും പ്രോഗ്രാമുണ്ട്. അത് നേരിട്ട് നടത്തുന്ന സംവിധാനങ്ങളുണ്ട്. അതുപോലെ തന്നെ 4 വർഷത്തേക്കുള്ള പോളിസിൻ്റെ ഇടയിൽ ചോദിക്കുന്നതാണ്, ഷൂറ കമ്മിറ്റികൾ കൂടി 4 വർഷത്തേക്ക് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കും. ജനാധിപത്യമായി തിരഞ്ഞെടുത്ത ബോഡി 4 വർഷത്തെ നിലവിലുള്ള സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ട് 4 വർഷത്തേക്കുള്ള പ്രോഗ്രാം ചാർട്ട് ചെയ്യും. ആ പ്രോഗ്രാം പ്രിൻ്റ് ചെയ്യും. ആ പ്രോഗ്രാം താഴോട്ട് കൊടുക്കും. അതുകൊണ്ട് പ്രഖ്യാപിതമായ നിലപാടിനകത്ത് നിന്നുകൊണ്ടല്ലാതെ പിറകിൽ കൂടി നുഴഞ്ഞു കയറുന്ന ഒരിടപാടും MEC7 എന്ന് പറയുന്ന വ്യായാമ കൂട്ടായ്മയുമായിട്ട് ജമാഅത്തെ ഇസ്ലാമി സഹകരിക്കും. MEC7 എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ അല്ലല്ലോ, അല്ല, ഒരു കൂട്ടായ്മയാണ്. അതിൽ സാധാരണ നാട്ടിൽ ആളുകൾ ബസ് കയറുന്ന കൂട്ടത്തിൽ ജമാഅത്തേരും ബസ് കയറും. അതുപോലെ തന്നെ റേഷൻ ഷോപ്പ് പോകുന്ന കൂട്ടത്തിൽ ജമാഅത്തേരും റേഷൻ ഷോപ്പ് പോകും. അതുപോലെ തന്നെ എന്തെല്ലാം സർവീസസ് എവിടെ നിന്നെല്ലാം കിട്ടുന്നുണ്ടോ ആ സർവീസസ് എല്ലാം കേരളത്തിലെ നാട്ടിലെ ഏതൊരു പൗരനെയും പോലെ ജമാഅത്തെ ഇസ്ലാമിയും ന്യായീകരിക്കാൻ വേണ്ടി ഏറ്റവും മുൻപന്തിയിൽ ഉണ്ടായിരുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെയൊക്കെ ആദർശം ഉൾക്കൊള്ളുന്ന, അതിൻ്റെ ആശയം ഉൾക്കൊള്ളുന്ന സൈദ്ധാന്തികരൊക്കെയാണ്. ആരാണ്? പലരുടെയും ഫേസ്ബുക്ക് പോസ്റ്റ് പറഞ്ഞു. IPH ഡയറക്ടർ ഹുസൈൻ കുറ്റൂർ, അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിക്കാരാണ്. ഈ ഹുസൈൻ കുറ്റൂരിന്റെ ലേഖനമുണ്ട്. ഉസ്താദ് കാന്തപുരം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വലിയ ആർഭാടത്തോടൊരു മാനവിക യാത്ര സംഘടിപ്പിച്ചിരുന്നു തുടങ്ങുന്ന അതും മുഴുവൻ വായിച്ചു. അതിലെവിടെയെങ്കിലും ജമാഅത്തെ ഇസ്ലാമി അവിടെ ന്യായീകരിക്കുന്ന MEC7 അതിലൊരു കാര്യം പറയാം. അതിനകത്തേം പറഞ്ഞത് കേരളത്തിൽ ജീവിക്കുന്ന ഏതൊരു പൗരനെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിൽ പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ലൈവായ പല വിഷയങ്ങളോടും നമ്മൾ സംവദിക്കും. എൻ്റെ ചോദ്യം ഇത്ര ഉണ്ടായിരുന്നുള്ളൂ, ജമാഅത്തെ ഇസ്ലാമിയെ MEC7 ന്യായീകരിക്കാൻ MEC7 പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി എന്നുള്ള എവിഡൻസ് അല്ല, അതല്ല. പക്ഷേ MEC7 ന്യായീകരിക്കാൻ വേണ്ടി അത് സ്വാഭാവികമല്ലേ. മലബാറിലായതുകൊണ്ടും മൈനോറിറ്റി അതിനകത്ത് കൂടുതലുള്ളത് കൊണ്ടും മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പ്രാതിനിധ്യത്തിൽ കൂടുതലായത് എല്ലാ വിഭാഗമുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ എല്ലാറ്റിൻ്റെയും ഇത്രയും ഉണ്ട് എന്നതിൻ്റെ പേരിൽ മാത്രം
അതിൻ്റെ പേരിൽ തീവ്രവാദ ആരോപണം നടത്തുന്നതിൻ്റെ പേര് തന്നെയല്ലേ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത്. CPM പറഞ്ഞു, ഓക്കെ, CPM ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. പക്ഷേ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആളുകളാണ് പറയുന്നത് ഈ മെക്സവിന് പിന്നിൽ നുഴഞ്ഞു കയറ്റക്കാരുണ്ടോ എന്ന് പരിശോധിക്കണം എന്നുള്ളത്. അപ്പോൾ പിൻവാങ്ങിയല്ലോ, സമസ്ത പിൻവാങ്ങി. പക്ഷേ അവരാണ് അതിന് തുടക്കം അബദ്ധം പറ്റിയുണ്ടായിരിക്കും, ചോദിച്ചു നോക്കണം അവരോട്, എനിക്ക് അറിഞ്ഞൂടാ. അതേ പിന്മാറ്റം CPMന്റെ ഭാഗത്തുനിന്നുണ്ട്. CPMന്റെ ഭാഗത്തുനിന്നുണ്ട്, അതെ. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സമസ്തൻ്റെതല്ല നാഷണൽ മീഡിയകൾ ഏറ്റെടുത്തത്. കേരളത്തിൽ വ്യായാമ മുറകളിലൂടെ തീവ്രവാദം ശക്തിപ്പെടുന്നു എന്ന് പറയുന്ന നാഷണൽ മീഡിയകൾ വന്നു കഴിഞ്ഞു. ആരാണ് ഉത്തരവാദി? CPM ആയിരിക്കും. അതെ, സ്വാഭാവികമായിട്ടും. നുഴഞ്ഞുകയറ്റം എന്ന് പറയുന്ന ആരോപണം ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ജമാഅത്തെ ഇസ്ലാമി പരസ്യമായി അതിൻ്റെ ആശയ ആദർശങ്ങളല്ല പറയാറുള്ളത്. പലപ്പോഴും അംബേദ്കറിൻ്റെ വാദങ്ങളെക്കുറിച്ചും ഗാന്ധിയൻ വാദങ്ങളെക്കുറിച്ചും അപരവൽക്കരിക്കുന്നവരെ കുറിച്ചും പ്രാന്തവൽക്കരിക്കുന്നതിനെ കുറിച്ചുമൊക്കെയാണ് ജമാഅത്തെ ഇസ്ലാമി സംസാരിക്കുന്നത് പൊതുമധ്യത്തിൽ. അവരുടെ മാധ്യമം പോലുള്ള പത്രങ്ങളിലോ അല്ലെങ്കിൽ അതിൻ്റെ ആഴ്ചപ്പതിപ്പുകളിലോ ഒക്കെ ലേഖനങ്ങൾ വരുന്ന അതിനെക്കുറിച്ചാണ്. സോളിഡാരിറ്റി സമരം ചെയ്യുന്ന ഒരു പക്ഷേ കൊക്കക്കോളക്കെതിരായിരിക്കാം, അങ്ങനെയുള്ള ജനകീയ പ്രശ്നങ്ങളിലാണ്. അപ്പോൾ മുന്നിൽ നിന്ന് പറയുന്നത് വേറെ ഒന്നും, ആദർശപരമായിട്ടുള്ള അതിൻ്റെ സൈദ്ധാന്തികമായിട്ടുള്ള മുന്നേറ്റം മറ്റൊരു തലത്തിലും നടക്കുന്നു എന്നുള്ളതുകൊണ്ടായിരിക്കാം ഒരു ഡിസ്ഗൈസ്ഡ് പേഴ്സണാലിറ്റി ജമാഅത്തെ ഇസ്ലാമിക്കുണ്ടോ? രഞ്ജിത്ത്, ഞാൻ നിങ്ങൾക്ക് പിന്നെ കൃത്യമായിട്ട് പറയാം. അതായത് ജമാഅത്തെ ഇസ്ലാമി പറയുന്ന ആദർശവും ജമാഅത്തെ ഇസ്ലാമി നടത്തുന്ന ആക്ടിവിസവും തമ്മിലൊരു വൈരുദ്ധ്യവും ഇല്ല. ജമാഅത്തെ ഇസ്ലാമി പറയുന്ന ആദർശം എന്താണെന്ന് തിരിയാത്തതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി നടത്തുന്ന ആക്ടിവിസം എന്താണെന്ന് മനസ്സിലാക്കാതെ പോകുന്നത്. അതിൽ ആരൊക്കെയുണ്ട്? അതിൽ ജമാഅത്തെ ഇസ്ലാമി ഞാൻ പറയുന്നത് അത് അതിന്റെ എഫക്റ്റഡ് ആയ എല്ലാവരും ഇല്ലേ? സമരങ്ങളിലൊക്കെയാണ് ഞാൻ പൂർത്തിയാക്കാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഐഡിയോളജി എന്ന് പറയുന്നത് ഇസ്ലാമാണ്. ഇസ്ലാമിക് ഐഡിയോളജിയുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് മതം, ആചാരം, അനുഷ്ഠാനം എന്ന ഒരു സ്വഭാവത്തിലല്ല. മറിച്ച് ഇസ്ലാമിക് ഐഡിയോളജി എന്ന് പറഞ്ഞാൽ നീതി വളരെ പ്രധാനമാണ്. ദൈവത്തിൻ്റെ പര്യായമാണ് നീതി. അധർമ്മത്തിനെതിരെ പ്രതികരിക്കുക എന്നുള്ളത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയമാണ്. പരിസ്ഥിതി അതിൻ്റെ ആശയമാണ്. മഹാനായ പ്രവാചകൻ്റെ വിവചനങ്ങളിൽ ധാരാളം പരിസ്ഥിതി എഡ്യൂക്കേഷൻ നമുക്ക് കണ്ടെത്താൻ പറ്റും. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ ഒരു ഐഡിയോളജി ആയിട്ടാണ് ജമാഅത്ത് ഇസ്ലാമി കാണുന്നത്. ഇതൊരു ആദർശ പോരാട്ടമായിട്ടാണ് ജമാഅത്ത് ഇസ്ലാമി കാണുന്നത്. ആ ആദർശ പോരാട്ടം ജമാഅത്ത് ഇസ്ലാമിൻ്റെ പോഷക സംഘടനകൾ നിർവഹിക്കുന്നുണ്ട്, അതിൻ്റെ മീഡിയ സംവിധാനങ്ങൾ നിർവഹിക്കുന്നുണ്ട്. അതിലെന്തെങ്കിലും നിക്ഷിപ്ത താല്പര്യങ്ങൾ, അതിലെന്തെങ്കിലും ഇപ്പോൾ ഈ പറയപ്പെടുന്ന വർഗീയ എലമെൻറ്റുകൾ, എക്സ്ട്രീമിസ്റ്റ് എലമെൻറ്റുകൾ, അപകടകരമായ എലമെൻറ്റുകൾ ഉണ്ട് എങ്കിൽ 7.5 പതിറ്റാണ്ടിൻ്റെ ജമാഅത്ത് ഇസ്ലാമിയുടെ ചരിത്രം വെച്ചിട്ട് അത് വെച്ച് പിടിക്കാമല്ലോ. ഗവൺമെൻറ് ഇല്ല ഇവിടെ. എന്തുകൊണ്ടാണ് അത് പറയാത്തത്? ഇത് സത്യത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആധുനികത സൃഷ്ടിച്ചൊരു ബൈനറി ഉണ്ട്. മതം ഇവിടെ അഭിപ്രായം പറയരുതെന്നാണ്. നമ്മളിപ്പോൾ ഒരു ഉത്തരാധുനിക കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ആർക്കും അഭിപ്രായം പറയാം. അതേസമയം കമ്മ്യൂണലാണോ? ഒബ്ജക്റ്റ് ചെയ്യണം. ഒരു മിനിറ്റ്, കമ്മ്യൂണലായിട്ട് എന്തെങ്കിലും ഒരു അപ്രോച്ച് ജമാഅത്ത് ഇസ്ലാമിയുടെ ഭാഗത്ത് നിന്ന് ഒരു ബഹുസ്വര സമൂഹത്തിന് നിരക്കാത്ത നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. മതം അഭിപ്രായം പറയുന്നതിൽ തെറ്റില്ല, പക്ഷേ മതത്തിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ അഭിപ്രായം പറയുന്നത് തെറ്റല്ലേ? മതം എന്ന് പറയുമ്പോൾ ഒരു കാലഘട്ടത്തിൽ എഴുതി വെച്ചത് മാത്രമാണ് എന്ന് നമ്മൾ ധരിക്കരുത്. മതത്തിന് വികാസക്ഷമതയുള്ള ഒരു വ്യവസ്ഥിതിയാണ് ഇസ്ലാമിക ദർശനം എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിലെ അവയവദാനം തൊട്ട് നമ്മുടെ കാലഘട്ടത്തിലെ പുതിയ ഇഷ്യൂസിനെയൊക്കെ ഗവേഷണ സാധ്യതയുള്ള വികാസ സാധ്യതയില്ലാത്തൊരു മതമാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ ആ മതത്തിന് ജീവിക്കാൻ സ്കോപ്പില്ലല്ലോ. ഞാൻ പറയുന്ന ഒരു കാര്യം കൂടി പറയാം. ലിബറലിസത്തെ പറയാൻ സ്വാതന്ത്ര്യമുണ്ട് ഇവിടെ, കമ്മ്യൂണിസം പറയാൻ സ്വാതന്ത്ര്യമുണ്ട് ഇവിടെ, മതനിരാസം പറയാൻ സ്വാതന്ത്ര്യമുണ്ട് ഇവിടെ, യുക്തിവാദ നാസ്തികത പറയാൻ സ്വാതന്ത്ര്യമുണ്ട് ഇവിടെ, മതം പറയാനും സ്വാതന്ത്ര്യമുണ്ട്. മതം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ അത് മാത്രമാണ് ശരി എന്ന് പറയുന്നിടത്താണ് വിയോജിപ്പുകൾ. അതും ഞാൻ പറയാൻ രഞ്ജിത്ത്, കമ്മ്യൂണിസ്റ്റുകാരൻ കമ്മ്യൂണിസമാണ് ശരി എന്നുള്ളതുകൊണ്ടല്ലേ കമ്മ്യൂണിസത്തിൽ പ്രവർത്തിക്കുന്നത് അല്ലേ? ഞാൻ പൂർത്തിയാക്കട്ടെ. നവനാസ്തികതയാണ് ശരി എന്നുള്ളതുകൊണ്ടാണ് അതിന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അവനവൻ്റേത് ശരിയാകുന്നതുകൊണ്ടാണ് അതിൽ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്നത്. അവനവൻ്റേത് ശരിയാണ് എന്നുള്ളതോടൊപ്പം അപരൻ്റേത് അവൻ്റെ ശരിയാണ് എന്ന് മനസ്സിലാക്കുന്ന ജനാധിപത്യ ബോധം ഉണ്ടാവണം എന്നുള്ളതാണ്.
അതുള്ള പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. പക്ഷേ ഞാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ വെബ്സൈറ്റിൽ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ അതിൻ്റെ ആദർശമായി പ്രത്യയശാസ്ത്രമായി എഴുതിയിരിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ എന്ന് പറയുന്നതാണ്. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ മാത്രം ആദർശമല്ല, അല്ല, മുസ്ലിം സമുദായത്തിൻ്റെ ആകെ ആദർശമാണ്. 5 ഇസ്ലാം കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് കോമൺ ആയിട്ട് എല്ലാ ഒരു മുസ്ലിം നാമധാരിയുടെ മുഴുവൻ അല്ലെങ്കിൽ മുസ്ലിം ആയിട്ടുള്ള ജനിച്ച് ജീവിക്കുന്നവൻ്റെ പ്രത്യയശാസ്ത്രമാണ്. അത് ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമായി ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുമ്പോൾ, ഇപ്പോൾ വ്യക്തിപരമായി എൻ്റെ വിശ്വാസം എൻ്റെതാണ് ശരി എന്ന് വിശ്വസിക്കുന്ന തെറ്റില്ല, അത് രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമായി മുന്നോട്ട് വെക്കുന്നതിനോടാണ് വിയോജിപ്പുള്ളത്. ജീവിതത്തിൽ ഈ ഫ്രെയിം വെച്ചതാരാ? ജീവിതത്തെയാണല്ലോ ഇസ്ലാം അഭിമുഖീകരിക്കുന്നത്. എൻ്റെ വ്യക്തി ജീവിതത്തെ മാത്രമല്ലല്ലോ, എൻ്റെ കുടുംബജീവിതത്തെ. ലിബറലിസത്തെ ഞാൻ പ്രതിരോധിക്കുന്നത് ഇസ്ലാമുണ്ടാണ്. സാംസ്കാരിക ലിബറലിസത്തെ, ഇൻഡിവിജ്വലിസത്തെ ഞാൻ നേരിടുന്നത് ഇസ്ലാമി ഐഡിയോളജി വെച്ചിട്ടാണ്. എൻ്റെ സോഷ്യൽ ലൈഫിലുണ്ടല്ലോ ഇസ്ലാം, എൻ്റെ സാമ്പത്തിക രംഗത്ത് ഇസ്ലാമാണ്. എൻ്റെ സമ്പത്തിൻ്റെ 2.5% ഞാൻ സക്കാത്ത് കൊടുക്കണം, ഇല്ലാത്തവർക്ക് കൊടുക്കണം. അതായത് ഇസ്ലാമിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിനെ നിങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കിക്കോളും. വിശുദ്ധ വേദഗ്രന്ഥമാണ് ഖുർആൻ എടുത്ത് പരിശോധിച്ചു. നമുക്കതൊന്നും വേണ്ട, പ്രവാചകനിലേക്ക് പോകാം. പ്രവാചകൻ ആ കാലഘട്ടത്തിലെ മനുഷ്യജീവിതത്തിൻ്റെ സകല മേഖലകളിലും മാർഗനിർദ്ദേശം കൊടുത്തിട്ടുണ്ടല്ലോ. പക്ഷേ ഒരു സമൂഹത്തിനകത്ത് ജനാധിപത്യ മര്യാദകൾ പാലിച്ചും ആ രാജ്യത്തെ നിയമത്തിനകത്ത് നിന്നുകൊണ്ടും സമാധാനപരം, ജമാഅത്ത് ഇസ്ലാമിൻ്റെ ഭരണഘടനയിൽ പറയുന്നുണ്ട് കൃത്യമായിട്ട്, സമാധാനപരവുമായിട്ടും ഈ ആശയപ്രചരണം നടത്തുകയാണ് ചെയ്യുന്നത്. ഇതിൽ ഞാൻ പറയുന്നത് ഈ ആദർശം അപകടമെന്ന് വെച്ചോ, ഇസ്ലാമിൻ്റെ ആദർശമല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് മുസ്ലിം കമ്മ്യൂണിറ്റി ഉൾക്കൊള്ളുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ആദർശമാണ്. ഈ ആദർശത്തെ പല രീതിയിൽ ആളുകൾ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ ഇലാഹ് എന്ന് പറയുന്നതിനെ തന്നെ ഞാൻ വീട്ടിൽ തങ്ങളുടെ ഒരു പ്രസംഗം കേട്ടിരുന്നു. ഇലാഹ് എന്ന് പറയുന്നത് ആരാധന എന്ന പെർസ്പെക്റ്റീവിലല്ല, ആരാധന എന്ന അർത്ഥത്തിലല്ല, അത് രാഷ്ട്രീയമായി സാമൂഹികമായുള്ള ഒരു ജീവിത രീതിയുടെയോ പ്രത്യയശാസ്ത്രത്തിൻ്റെയോ ഒക്കെ അടിസ്ഥാനത്തെയാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഇലാഹിന് സാധാരണയായി മലയാളത്തിൽ ആരാധന എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആരാധനയ്ക്ക് അള്ളാഹു മാത്രമാണ് അർഹനായിട്ടുള്ളതെന്ന് കരുതുന്നു, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നു എന്നതാണ് നിങ്ങളുടെ വ്യാഖ്യാനം. അതെ, അത് മതപണ്ഡിതൻ, അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ രഞ്ജിത്തും സംസാരിച്ച എവിടെ എത്താന്ന് എനിക്കറിയില്ല. പ്രാമാണിക ഗ്രന്ഥങ്ങളിൽ ഇലാഹ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വഴിപ്പെടുക എന്നാണ്, ദൈവത്തിന് വഴിപ്പെട്ട് ജീവിക്കുക. 7.5 പതിറ്റാണ്ട് ശാസനയ്ക്ക് അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. 7.5 പതിറ്റാണ്ട് കാലത്തെ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർ ദൈവത്തിന് വഴിപ്പെട്ട് ജീവിച്ചിട്ട് രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു ബൈനറിക്കെതിരെ, രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു അതിർത്തിക്കെതിരെ, രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു വാല്യൂസിനെതിരെ, കാരണം ദൈവികമായ മൂല്യങ്ങൾ ഒരിക്കലും മാനവിക മൂല്യങ്ങളായിട്ട് ഏറ്റുമുട്ടില്ല. ഈ ജമാഅത്തെ ഇസ്ലാമി പറയുന്ന പോലെ ഈ ഞാൻ നിങ്ങളുടെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ വായിച്ച, മനുഷ്യനെ ശാസിക്കാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ, ശാസനകൾ ദൈവത്തിൻ്റെതായിരിക്കണം, രാജാതിരാജനായിട്ടുള്ളത് അള്ളാഹുവാണ്, മറ്റൊരു അമീർ പാടില്ല എന്നുള്ളത്. താങ്കളുടെ അമീറാണ്. എന്നാലും ഞാൻ പറയുന്നത്, അങ്ങനെ ഒരു ദൈവശാസന മാത്രമാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? അതെ, അതായത് അത് മനുഷ്യനിർമ്മിതമാണല്ലോ. അതായത് ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് വഴിപ്പെട്ട് ജീവിക്കണം. ജമാഅത്തെ ഇസ്ലാമിയെ മാത്രമല്ല, ഇസ്ലാമിക് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് ജീവിക്കണം എന്നല്ല. അപ്പോൾ ഞാൻ എന്തിനാണ് മാതാപിതാക്കൾ അനുസരിക്കുന്നത്? ഞാൻ എന്തിനാണ് നിങ്ങളെപ്പോഴും അനുസരിച്ചത്? തിന്മയിൽ ആരുമായും അനുസരിക്കാൻ പാടില്ല, നന്മയിൽ ആരുമായും സഹകരിക്കാമെന്നാണ്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുന്നുള്ളത് ഭരണഘടന എഴുതി വെച്ച പ്രസ്ഥാനമാണ് ജമാഅത്ത് ഇസ്ലാമി. അതെങ്ങനെ ഏറ്റുമുട്ടില്ല. പക്ഷേ ശാസനകൾ ദൈവത്തിൻ്റെത് മാത്രമായിരിക്കണം എന്ന് പറയുമ്പോൾ ഒരു ഭരണകൂടം ദൈവത്തിൻ്റെ ശാസനകളിൽ പെട്ടതാണ് എൻ്റെ മാതാപിതാക്കളെ അനുസരിക്കണം എന്നുള്ളത്. ദൈവത്തിൻ്റെ ശാസനകളിൽ പെട്ടതാണ് നിങ്ങൾ നന്മയിൽ എല്ലാവരുമായി സഹകരിക്കണം എന്നത്. ഇന്ത്യൻ ഭരണഘടനയെ അനുസരിക്കണം എന്നുള്ളതും ദൈവശാസനയിൽ പെട്ടതാണ്. എന്താ സംശയം? ദൈവശാസനക്കെതിരായിട്ട് ജമാഅത്ത് ഇസ്ലാമി പ്രവർത്തിക്കുന്നില്ല. ഭരണഘടന ഒരു ജാഹിലിയത്തായിട്ടല്ല കാണുന്നത്. അല്ല, ഭരണഘടന ഈ രാജ്യത്തിന് നിലവിലുള്ള വ്യവസ്ഥിതിയാണ്. ജാഹിലിയത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമികമല്ലാത്തത് എന്നുള്ളതാണ്. ഇസ്ലാമികമല്ലാത്തതിലെയും നന്മയോട് സഹകരിക്കണം എന്നാണ് ഏതൊരു രാജ്യത്ത് ജീവിക്കുമ്പോഴും. ഇപ്പം നമ്മൾ ഈ രാജ്യത്തല്ല, ഞാൻ വേറെ രാജ്യത്താണെന്ന് വെച്ചു, ആ രാജ്യത്തിൻ്റെ വ്യവസ്ഥിതിക്കനുസരിച്ച് ജീവിക്കണം എന്നാണ്. ജാഹിലിയത്ത് എന്നാണ് ഇസ്ലാം ജാഹിലിയത്തിൻ്റെ എതിരാണ്. പക്ഷേ ജാഹിലിയത്തിൽ തന്നെ ഒരു രാജ്യത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ഒക്കെ ഇത്തരം ചിട്ടവട്ടങ്ങൾ പാലിച്ചുകൊണ്ട് അതിനാശയപരമായി, ഇപ്പം നിങ്ങൾക്കറിയാലോ, കമ്മ്യൂണിസ്റ്റുകളോട് പ്രവർത്തിക്കുന്നത് നിലവിലുള്ള ഈ വ്യവസ്ഥയോട് യോജിച്ചുകൊണ്ടാണ്. ഈ വ്യവസ്ഥയോട് അവർക്ക് യോജിപ്പുണ്ട്. ബൂർഷാ ജനാധിപത്യം എന്നല്ലേ അവർ പറയാറുള്ളത്.
എന്നല്ല, രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 1950 വരെ നിങ്ങൾക്കറിയാലോ തെലങ്കാന ഒരു വിപ്ലവം ആഗ്രഹിക്കുന്നു. അതുപോലെ ജമാഅത്തെ ഇസ്ലാമി സാമൂഹ്യ പരിവർത്തനം ആഗ്രഹിക്കുന്ന പ്രസ്ഥാനം. ഏതർത്ഥത്തിൽ? ആശയപരമായി. അതായത് ഹിക്കുമത്തെ ഇലാഹി എന്ന് പറയുന്ന മതരാഷ്ട്രവാദത്തിൽ നിന്ന് ഹിക്കുമത്തുദ്ദീൻ എന്ന് പറയുന്ന ദീനിന്റെ വ്യവസ്ഥ ഉണ്ടാക്കുക എന്ന ഒരു ആശയപരമായ. ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയിൽ രൂപപ്പെടുത്തിയതിനു ശേഷം ഇഖാമത്തുദ്ദീൻ എന്നാണ് അതിന്റെ ലക്ഷ്യം. ഇഖാമത്തുദ്ദീൻ എന്നാൽ ദീനിനെ നിലനിർത്തുക എന്നുള്ളതാണ്. ദീന് നിലനിർത്തുക എന്നുള്ള ഇഖാമത്ത് എന്ന് പറഞ്ഞാൽ സ്ഥാപിച്ച് നിലനിർത്തുക എന്നുള്ള ആ ദീന് നമുക്ക് ഇവിടെ അനുവദിക്കപ്പെടുന്ന സ്വാതന്ത്ര്യം ഉപയോഗിച്ച ഇത് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യമാണ്. അതിനകത്ത് നിന്നോടാണ് ഇത് പ്രചരിപ്പിക്കുന്നത്. സാമൂഹിക പരിവർത്തനം എന്ന് ഉദ്ദേശിക്കുന്നതും ഇപ്പോൾ കുറച്ച് പേരൊക്കെ ദീനിൻ്റെ വ്യവസ്ഥക്കനുസരിച്ച് ജീവിക്കുന്നു, ബാക്കിയുള്ളവരും കൂടി ദീനിൻ്റെ ആ വ്യവസ്ഥയിലേക്ക് വരുമ്പോൾ ഒരു ആഗോളമായിട്ടുള്ള ഒരു ബ്രദർഹുഡിലേക്ക് ഇസ്ലാമിനെ വളർത്തുക എന്നല്ല ഞാൻ പറയുന്നത്. ഓരോ ആശയങ്ങളും അവരുടെ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ സാമൂഹിക പരിവർത്തനത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ആ ആശയത്തെ പരിചയപ്പെടുത്തുക എന്നുള്ളതല്ലേ. പിന്നെ എന്താണോ സംഭവിക്കേണ്ടത് അത് ആളുകളുടെ മാറ്റത്തിനനുസരിച്ച് സംഭവിക്കേണ്ടതാണ്. ഇവിടെ ഇത് സംഭവിപ്പിച്ചേ പോകും തീരുമാനിച്ച പ്രസ്ഥാനമല്ല ജമാഅത്തെ ഇസ്ലാമി. ഞാൻ പ്രവാചകൻ്റെ അനുയായി എന്നുള്ള അർത്ഥത്തിൽ, വിശുദ്ധ വേദഗ്രന്ഥത്തിൻ്റെ വക്താവ് എന്നുള്ള അർത്ഥത്തിൽ ഈ കാലഘട്ടത്തിൽ ഞാൻ ജീവിക്കുമ്പോൾ ഈ ദൈവിക ദർശനത്തെ പ്രതിനിധീകരിക്കുകയും അതിൻ്റെ ആശയത്തെ ജനാധിപത്യപരമായി ആളുകളിലേക്ക് പ്രസരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് എൻ്റെ മിഷനാണ്. ആ മിഷൻ നിർവഹിക്കാൻ ഭരണഘടന സ്വാതന്ത്ര്യം നൽകുന്ന കാലത്തോളം ജനാധിപത്യപരമായി നിയമപരമായി നിർവഹിക്കും. ഇത് മുസ്ലിം കമ്മ്യൂണിറ്റിക്കും എന്നല്ല, എല്ലാ കമ്മ്യൂണിറ്റിക്കും ഉണ്ട്. ക്രൈസ്തവർക്കുണ്ട്, കമ്മ്യൂണിസ്റ്റുകൾക്കുണ്ട്, നാസ്തികർക്കുണ്ട്, ഇസ്ലാം വിരുദ്ധർക്കുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഇസ്ലാമിനെ വിയോജിക്കാൻ അവർക്ക് അധികാരമുണ്ട്, നാസ്തികത പ്രചരിപ്പിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. എന്ന പോലെ ഇസ്ലാമിനുണ്ട്. ഇസ്ലാമിൻ്റേത് മാത്രം പ്രശ്നവൽക്കരിക്കപ്പെടുന്ന ഒരു ഇഷ്യൂ ആണ് പ്രശ്നം. പിന്നെ മതരാഷ്ട്രവാദങ്ങൾ പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദത്തെ പിന്തുണക്കുന്നില്ല. അതായത് ഈ ദൈവത്തിൻ്റെ രാജ്യം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ റൂൾ ഓഫ് ഗോഡ് എന്ന് പറയുന്നൊരു സങ്കല്പം ഉണ്ടല്ലോ. പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിനിധീകരിച്ചൊരു നീതിയുടെ രാഷ്ട്രീയമുണ്ട്. അതിന് ജമാഅത്തെ ഇസ്ലാമി എല്ലാവരും വ്യവസ്ഥാപിതമായി അവിടെ എന്തായിരിക്കണം നീതി, എന്തായിരിക്കണം ധാർമ്മികത എന്ന് പറയുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ട കാര്യമാണ്. വിശുദ്ധ ഗ്രന്ഥം അതിൻ്റെ ബേസാണ്. അതേസമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതൊരിക്കലും ഒരു തിയോക്രാറ്റിക് അല്ല, മതപരമായ അടിത്തറയിൽ രൂപപ്പെടുന്ന ഒന്നല്ല. പ്രവാചകൻ സ്ഥാപിച്ചൊരു ജനത എന്ന് പറയുന്നത് മദീനയിലാണ്. ക്രൈസ്തവരും ജൂതന്മാരെല്ലാവരും ചേർത്ത് വെച്ചുകൊണ്ടുള്ള ലോകത്തെ ഏറ്റവും ശ്രദ്ധേയമായ മനുഷ്യാവകാശ കരാർ എന്ന് പറയാവുന്ന 52 ഖണ്ഡികകളുടെ ബേസിലാണ് പ്രവാചകൻ്റെ സാമൂഹിക ക്രമത്തെ രൂപപ്പെടുത്തിയെടുത്തത്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി നിലകൊള്ളുന്നത് മതരാഷ്ട്രവാദത്തിനല്ല എന്ന് പറയാൻ കാരണം ജമാഅത്തെ ഇസ്ലാമി നിലകൊള്ളുന്നത് ഇസ്ലാമിന് വേണ്ടിയിട്ടാണ്. ഇസ്ലാമിൽ ആശയപരമായ ഉള്ളടക്കമുണ്ട്, സാമൂഹിക ഉള്ളടക്കമുണ്ട്, രാഷ്ട്രീയ ഉള്ളടക്കമുണ്ട്, സാമ്പത്തിക ഉള്ളടക്കമുണ്ട്. അതിന് ആ രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് ശരിയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മധ്യകാല നൂറ്റാണ്ടിൽ നമ്മൾ അനുഭവിച്ച പൗരോഹിത്യ മതത്തിൽ അധിഷ്ഠിതമായൊരു മതാധിഷ്ഠിത രാജ്യത്തെക്കുറിച്ച് ജമാഅത്തെ ഇസ്ലാമി ചർച്ച ചെയ്യുന്നേയില്ല. ഒരു രാഷ്ട്രം എന്നതിനപ്പുറത്തേക്കും ഒരു ഗ്ലോബൽ ബ്രദർഹുഡ് എന്ന കൺസെപ്റ്റിലൊക്കെ ആയിരിക്കും. വിശ്വമാനവികത എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ആഗ്രഹിക്കും. വിശ്വമാനവികതയുണ്ട്, വിശ്വ ഇസ്ലാമിസം ഇല്ലല്ലോ. ഇല്ല, വിശ്വമാനവികതയാണ്. വിശ്വമാനവികതയിൽ എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും അല്ലെങ്കിൽ എല്ലാം ഇസ്ലാമയമാകുന്ന ഒരു സങ്കല്പത്തെ അങ്ങനെയല്ല. വിശ്വമാനവികതയെക്കുറിച്ചാണ് ജമാഅത്തെ ഇസ്ലാമി. എല്ലാ മനുഷ്യർ എന്ന കൺസെപ്റ്റ്, എല്ലാ മനുഷ്യരെന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. ആ മനുഷ്യരുടെ ഇസ്ലാമിനെ പ്രബോധനം ചെയ്യുക എന്നുള്ളത് ജമാഅത്തിൻ്റെ മിഷനായിട്ടാണ് ജമാഅത്ത് കാണുന്നത്. ഇസ്ലാം എന്ന് പറയുന്ന വളരെ പ്യുവർ കമ്മ്യൂണിറ്റിയുടെ, ഇസ്ലാം മതത്തിൻ്റെ ആശയാദർശങ്ങൾ മാത്രം മുന്നിൽ വെച്ച് പ്രവർത്തിക്കുന്ന സംഘടനയാണ് ജമാഅത്തുൽ ഇസ്ലാമി. അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്രവർത്തിക്കുന്ന മറ്റ് സംഘടനകൾ, ഇപ്പോൾ പരമ്പരാഗത സുന്നികളായിട്ടുള്ള സമസ്ത സംഘടനയുണ്ട്, മുജാഹിദ് സംഘടനകളുണ്ട്. ഈ സംഘടനകളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്നവരാണ്. അവരിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമിയെ ഭിന്നമാക്കുന്നത് എന്താണ്? ജമാഅത്തെ ഇസ്ലാം അത് ഉദാഹരണമായിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിൽ തന്നെ 4 വിഭാഗമാണ്, 5 വിഭാഗമാണ്. അവരെ ഭിന്നമാക്കുന്നത് എന്താ? ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്ര രംഗത്തും മറ്റൊക്കെ ഒരുപാട് ഭിന്നാഭിപ്രായങ്ങൾക്ക് സ്കോപ്പുണ്ട്. ആ സ്കോപ്പ് എന്ന് പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയെ ശിഥിലമാക്കേണ്ട ഒന്നല്ല. അത് പ്രവാചകൻ്റെ കാലത്ത് തന്നെ സ്വഹാബാക്കൾക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. പ്രവാചകന് ശേഷം വന്ന ഖുലഫാ എന്ന് പറയും, ശേഷം വന്ന ഖലീഫുമാർക്കിടയിലുണ്ട്. 4 ഇമാമുകളുണ്ട്. ഇമാം ഷാഫി, ഇമാം ഹനഫി, ഇമാം ഹംബലി, ഇമാം മാലിക്കി. ഈ 4 ഇമാമികൾക്കും ഈ പറയുന്ന കർമ്മശാസ്ത്രത്തിൽ വ്യത്യസ്തം. അപ്പോൾ ഇത്തരത്തിലുള്ള ജമാഅത്തെ ഇസ്ലാമി ഒരു ഈജിപ്ഷ്യൻ പാരമ്പര്യമൊക്കെ പിന്തുടരുന്ന അല്ല. ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമിക് പാരമ്പര്യം പിന്തുടരുന്ന. ഇസ്ലാമിന് തന്നെ ഈജിപ്ഷ്യൻ ഇല്ല. ഇസ്ലാമിന് ഖുർആന്റെയും പ്രവാചക ചര്യയുടെ അത് തന്നെയാണ് ഈ വഹാബികളും പറയുന്ന അവർ പ്യുവർ ഇസ്ലാമിസ്റ്റുകളാണ്. അല്ല, അവരുടേത് എനിക്ക് പറയാൻ പറ്റില്ല രഞ്ജിത്ത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പരിശോധിക്കാം. ഞാൻ പറയാം, വിശുദ്ധ ഖുർആനിനും പ്രവാചക ചര്യക്കും ഈ പറയുന്ന 2 കാര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് ഒരു കാര്യവും ജമാഅത്തെ ഇസ്ലാമിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ജമാഅത്തെ ഇസ്ലാമിലേക്ക് ഒരാൾ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ കലിമ ചൊല്ലിയാണ് ഇപ്പോഴും കയറുന്നത്.
ജമാഅത്ത് ഇസ്ലാമിയിലേക്ക് മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ കലിമ ചൊല്ലി കയറണം എന്നൊക്കെ പണ്ടത്തെ സമ്പ്രദായത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇസ്ലാമിൽ ഒരാൾ മാറണമെങ്കിൽ കലിമ കലിമയിലാണ്. ജമാഅത്ത് ഇസ്ലാമിൽ ഒരാൾ കാർക്കൂനുണ്ട്, റുക്കിന്, വ്യത്യസ്ത ഘട്ടങ്ങളുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് ഞാൻ പറയാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതിനെ കുറിച്ച് പ്രവാചകൻ പറയുന്നത് ജദ്ദിദു ഈമാനക്കും ഞാൻ പൂർത്തിയാക്കാം. ജമാഅത്തെ ഇസ്ലാമിയിൽ തുടക്കത്തിലൊക്കെ സാധാരണ മുസ്ലിങ്ങളെ കാനേഷുമാരി മുസ്ലിങ്ങളെന്നും ജമാഅത്തുകാരാവുമ്പോഴാണ് അത് യഥാർത്ഥ മുസ്ലിങ്ങളാവുന്നത് പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഇന്ത്യയിലെ പ്രവാചകനെ അംഗീകരിക്കുന്ന വിശുദ്ധ വേദഗ്രന്ഥം അംഗീകരിക്കുന്ന മുഴുവൻ ആളുകളും മുസ്ലിങ്ങളാണ്. അതെ, സുന്നികളും. അവരെപ്പോഴാണ് ജമാഅത്തെ ഇസ്ലാമിക്കാരാവുന്നത്? ജമാഅത്തെ ഇസ്ലാമി ആകുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി അവരെപ്പോഴാണ് മുജാഹിദാവുക? മുജാഹിദ് ഇസ്ലാമിനെ കുറിച്ച് കാണുന്നൊരു ആംഗിൾ ഉണ്ട്, അതൊരു മുജാഹിദാവും. തബ്ലീഗിനൊരു ആംഗിൾ ഉണ്ട്, അവരുടെ തബ്ലീഗാവും. ജമാഅത്തെ ഇസ്ലാമി കാണുന്ന ഒരു ആംഗിളിൽ വന്നാൽ ഒരാൾക്ക് ജമാഅത്തെ ഇസ്ലാമി. എന്താണ് ആ ആംഗിൾ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള പറയുന്ന എല്ലാവരും കോമൺ ആയിട്ട് പറയുന്നതുകൊണ്ടും ജമാഅത്ത് ഇസ്ലാമി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കണം എന്ന് പറയുന്നു. ചില വിഭാഗങ്ങൾ ആരാധനാ രംഗത്ത് വഴിപ്പെട്ട് ജീവിക്കണമെന്ന് പറയുന്നു. ചില ആളുകൾ ആരാധനാ രംഗത്ത് തന്നെ അന്ധവിശ്വാസം പാടില്ല എന്ന് പറയുന്നു. ഇങ്ങനെ വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങൾ നമുക്ക് വേറെ ചർച്ച ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ തുടക്കം ഒക്കെ പരിശോധിച്ചാൽ മുസ്ലിം ലീഗുമായിട്ടുള്ള ഒരു അഭിപ്രായ വ്യത്യാസത്തിൽ നിന്നാണ് മൗദൂദി ജമാഅത്തെ ഇസ്ലാമിലേക്ക് എത്തുന്നത്. അദ്ദേഹം ആ തുടക്കത്തിൽ മുസ്ലിം ലീഗുമായി സഹകരിച്ചിരുന്നു. മുസ്ലിം ലീഗുമായി സഹകരിക്കുകയും മുസ്ലിം ലീഗിൻ്റെ ഒപ്പം ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് മുൻപ് മുസ്ലിം ലീഗുമായി സഹകരിച്ചിരുന്നു. പിന്നീട് അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം രൂപീകരിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നതും ഈ മുസ്ലിം ലീഗ് ഒരു മതേതര സ്റ്റേറ്റിന് വേണ്ടി വാദിക്കുന്നു, മുസ്ലിം ലീഗ് ഒരു ജനാധിപത്യത്തിന് വേണ്ടി വാദിക്കുന്നു എന്നതുകൊണ്ടും അതിന് വിഭിന്നമായ ഒരു പ്രത്യയശാസ്ത്രവുമായിട്ടാണ് ജമാഅത്തെ ഇസ്ലാമി സ്ഥാപിക്കുന്നത്. രഞ്ജിത്തിൻ്റെ ഈ കൺക്ലൂഷൻ തെറ്റാണ്. ഞാൻ പറയാം. ജമാഅത്തെ ഇസ്ലാമി സയ്യിദ് മൗദൂദ് രൂപപ്പെടുത്തിയെടുക്കുന്നത് ഇസ്ലാം ഒരു മിഷനുണ്ട്. പ്രവാചകന്മാർ നിർവഹിച്ചൊരു മിഷനുണ്ട്. പ്രവാചകന്മാരുടെ പരമ്പര നബി തിരുമേനിയിലൂടെ അവസാനിച്ചു. ഈ മിഷൻ ഇവിടെ നിർവഹിക്കപ്പെടണം. അദ്ദേഹം തുടങ്ങിയൊരു ഒരു മാഗസിൻ്റെ പേരാണ് തർജുമാനുൽ ഖുർആൻ. ഖുർആൻ്റെ വ്യാഖ്യാനം തർജുമാനുൽ ഖുർആനിൽ അദ്ദേഹം എഴുതി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ മിഷൻ നിർവഹിക്കുന്ന അഥവാ ഇസ്ലാമിനെ ആശയപരമായി പ്രവാചക ദൗത്യം നിർവഹിക്കുന്ന ഒരു സംഘം ഉണ്ടെങ്കിൽ ഞാനതിൽ ചേരും. ഇല്ല എങ്കിൽ ഞാൻ അത്തരമൊരു സംവിധാനത്തിൻ്റെ രൂപകൽപ്പന ചെയ്യുകയാണ്. ആ രൂപകൽപ്പന ചെയ്യുന്ന ഘട്ടത്തിൽ അദ്ദേഹം വിളിച്ചു ചേർത്ത മീറ്റിങ്ങിൽ വെച്ചിട്ടാണ് ഈ സംഘടന രൂപീകരിക്കുന്നത്. അന്ന് ഇത്തരം ദാവത്ത് ഇപ്പം ധാരാളം മുസ്ലിം കമ്മിറ്റിയിൽ ഇത് നിർവഹിക്കുന്നുണ്ട്. അതായത് ഇസ്ലാമിനെ ആശയപരമായി പ്രചരിപ്പിക്കുക എന്ന് പറയുന്ന കാര്യം നിർവഹിക്കുന്നുണ്ട്. അപ്പോൾ ആ ധർമ്മം നിർവഹിക്കാൻ വേണ്ടി ഒരു സംഘമില്ലാത്തൊരു ഘട്ടത്തിലാണ് ജമാഅത്ത് ഇസ്ലാമി ഈ ഒരു സംവിധാനത്തിന് രൂപം നൽകുന്നത്. ജനാധിപത്യം, മതേതരത്വം, ദേശീയത, ഇതിനെക്കുറിച്ചുള്ള ജമാഅത്ത് ഇസ്ലാമിയുടെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് എങ്കിൽ അതിൽ മൗദൂദി വളരെ കൃത്യമായ കാഴ്ചപ്പാട് പറഞ്ഞിട്ടുണ്ട്. മതമുക്തമായ പാശ്ചാത്യൻ സെക്യുലറിസത്തോടാണ് മൗദൂദി വിയോജിച്ചത്. മതത്തെ ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ സെക്യുലറിസത്തോടെ മൗദൂദി വിയോജിച്ചിട്ടില്ല. ഡെമോക്രസിയെക്കുറിച്ച് നിങ്ങൾ നേരത്തെ ഭരണഘടനയോട് പറഞ്ഞ പോലെ തന്നെ ഡെമോക്രസിയെക്കുറിച്ച് ഹിന്ദു സ്വരാജിൽ ഗാന്ധിജി എന്താ പറഞ്ഞു? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഗാന്ധിജി വേശ്യ എന്നൊരു ഡെമോക്രസിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആരാണോ ഉപയോഗപ്പെടുത്തുക അവർക്ക്. അതിൻ്റെ ഉദാഹരണമാണ് സംഘപരിവാർ ഉപയോഗപ്പെടുത്തിയത് ആരെയാണ്? ഡെമോക്രസിയെ തന്നെയാണ്. സയ്യിദ് മൗദൂദി പറയുന്നത് ഒരു വാല്യൂ ബേസ്ഡ് ആകണം, നേരെ മറിച്ച് ഭൂരിപക്ഷം ആകാം എന്നുള്ളത് മാത്രമല്ല. അപ്പോൾ ഡെമോക്രസിയെക്കുറിച്ച് മൗദൂദി വിശദീകരിക്കുന്നത് അതിൻ്റെ ദൗർബല്യങ്ങളെക്കുറിച്ചാണ്. എന്നിട്ട് അതേ വിശകലനത്തിൽ മൗദൂദി പറയുന്നുണ്ട് ഏകാധിപത്യത്തെക്കാൾ, സമഗ്രാധിപത്യത്തെക്കാൾ, അതുപോലെ തന്നെ രാജാധിപത്യത്തെക്കാൾ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്ന ജനാധിപത്യത്തെ എന്ന് മൗദൂദി പറയുന്നുണ്ട്. ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞ മൗദൂദിയുടെ പല സാധനങ്ങളും അരികും തലയും വെട്ടിയിട്ടാണ് പലപ്പോഴും കോട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ കൂടി ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മൾ ഇന്ത്യൻ ദേശീയതയെ ദാറുൽ കുഫർ എന്നാണ് മൗദൂദി വിശേഷിപ്പിച്ചത്. ഇന്ത്യ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ തന്നെ അദ്ദേഹം അംഗീകരിച്ചിട്ടില്ല. അല്ല, ഒരു കാര്യം ഞാൻ പറയാം. ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് മൗദൂദിയല്ല. അത് നിങ്ങൾ ഞാൻ രണ്ട് കാര്യങ്ങളോട് അസന്നിഗ്ധമായി പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാനം ഒന്ന് മൗദൂദിയല്ല, രണ്ട് ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദത്തെ പിന്തുണക്കുന്നില്ല. മൗദൂദിയാണ് ജമാഅത്തെ ഇസ്ലാമി രൂപകൽപ്പന ചെയ്യുന്ന ഘട്ടത്തിലും മൗദൂദി വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ജമാഅത്തെ ഇസ്ലാമി എനിക്ക് യോജിക്കാത്ത ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം, മൗദൂദിയുടെ അഭിപ്രായമാണ് നിക്കാബ് ഇടണം. ജമാഅത്തെ ഇസ്ലാമി അത് അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത്
ജമാഅത്തെ ഇസ്ലാമിയുടെ തത്വസംഹിതയും ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയും ജമാഅത്തെ ഇസ്ലാമിയുടെ സാഹിത്യങ്ങളും വെച്ചിട്ട് സംസാരിക്കും. പക്ഷേ മൗദൂദിയൻ ആശയങ്ങളുടെ പേരിലാണ് ജമാഅത്തെ ഇസ്ലാമി അറിയപ്പെടുന്നത്. അത് ബംഗ്ലാദേശിലാണെങ്കിലും അതെ, ഒരു ഇന്ത്യയിലാണെങ്കിലും. ഞാൻ പറയുന്നത് അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഇപ്പോഴും മൗദൂദിയുടെ പുസ്തകങ്ങൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് അത് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയാദർശങ്ങൾ വിശ്വസിക്കുന്നവർ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു സംഘടനയുടെ പോളിസിയും പ്രോഗ്രാമും പദ്ധതി എന്തെന്നുള്ളത് വളരെ പ്രധാനമാണ്. അങ്ങനെ പോളിസിയിൽ ഒരു മാറ്റം വരുത്തുമ്പോൾ ഏത് ഷൂറയിലാണ്, ഏത് സമിതിയിലാണ് നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനമെടുത്ത് മൗദൂദിയെ ഞങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കുന്നില്ല, മൗദൂദിയുടെ ഇന്ന കാര്യങ്ങളോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട് എന്ന് പറഞ്ഞ് ഒരു പ്രമേയം പാസ്സാക്കി നേരത്തെ പറഞ്ഞ 4 വർഷത്തിൽ ഒരിക്കൽ കൂടുന്ന ആ പ്രമേയത്തിന്റെ പ്രശ്നമല്ല രഞ്ജിത്ത്. അതിനകത്ത് ജമാഅത്തിന്റെ അവ്യക്തത ഉണ്ടെങ്കിലല്ലേ പ്രമേയത്തിന്റെ ആവശ്യമുള്ളൂ. ജമാഅത്തെ ഇസ്ലാമി രൂപകൽപ്പന ചെയ്യുന്ന ഘട്ടത്തിൽ സയ്യിദ് മൗദൂദി പറഞ്ഞൊരു കാര്യമുണ്ട്, ഖുർആന്റെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് മുന്നോട്ട് പോകുക. എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായി, ഇൽമുൽ കലാമിലും ഫിഖിലും എനിക്ക് വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. പിന്നെ പ്രത്യേകം പറയേണ്ട കാര്യമുണ്ടോ? നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം രൂപകൽപ്പന ചെയ്യുമ്പോഴും ഖുർആന്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അതിനാണ് ഇത് പോകുന്നത്. അതുകൊണ്ട് ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അല്ലേ. നമുക്ക് ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുന്നത്, മൗദൂദിയുടെ ജനാധിപത്യം, മതേതരത്വം, ദേശീയത എന്നീ ആശയങ്ങളോടും ജമാഅത്തെ ഇസ്ലാമിക്ക് ഇപ്പോൾ വിയോജിപ്പുണ്ടോ? അല്ല, ഞാൻ മൗദൂദിയുടെ മതേതരത്വവും ജനാധിപത്യവും ദേശീയതയുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള കാഴ്ചപ്പാടിനെ കുറിച്ച് തന്നെ ഞാൻ പറഞ്ഞല്ലോ. തെറ്റിദ്ധരിക്കപ്പെട്ടാണല്ലോ അത്. ഞാനൊരു ഇപ്പം തർജ്ജമ ചെയ്യപ്പെട്ട IPH തർജ്ജമ ചെയ്ത മൗദൂദി മതേതരത്വം, ദേശീയത, ജനാധിപത്യം, ഒരു താത്വിക വിശകലനം, കോഴിക്കോട് അതിൽ 1960-ലും 91-ലും 2015-ലും ഒക്കെ അതിന് പിന്നീട് പതിപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ പക്ഷത്ത് പ്രസ്തുത 3 തത്വങ്ങളും ദേശീയത, സെക്കുലറിസം, ജനാധിപത്യം അബദ്ധ ജടിലങ്ങളാണ്. അബദ്ധ ജടിലങ്ങളെന്ന് മാത്രമല്ല, മനുഷ്യരെന്ന് അടിമപ്പെട്ടു പോയിട്ടുള്ള സകല ദുരിതങ്ങളുടെയും വിനാശങ്ങളുടെയും നാരായ വേര് ആ തത്വങ്ങളാണെന്ന് കൂടി നാം ദൃഢമായി വിശ്വസിക്കുന്നു. നമ്മുടെ വിരോധം വാസ്തവത്തിൽ അതേ തത്വങ്ങളോടത്രേ. നാം നമ്മുടെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് അവയ്ക്കെതിരെ സമരം നടത്തിയേ തീരും. മതേതരത്വം ആദ്യമേ ജനങ്ങളെ ദൈവഭയശൂന്യരും സനാതന ധാർമ്മിക തത്വങ്ങളിൽ നിന്ന് വിമുക്തരുമാക്കി തീർക്കുന്നു. അവർ തന്മൂലം ലഗാനില്ലാത്ത, ഉത്തരവാദിത്ത ബോധമില്ലാത്ത തനി സ്വേച്ഛാപൂജകരായി കഴിഞ്ഞു. അനന്തരം ദേശീയവാദം അവരെ ജനകീയ സ്വാർത്ഥത്തിൻ്റെയും അന്ധമായ ദേശീയ പക്ഷപാതത്തിൻ്റെയും മുഴുത്ത അഹങ്കാരത്തിൻ്റെയും മദ്യം കുടിപ്പിച്ചു മത്തന്മാരാക്കി. ഇപ്പോഴിതാ ജനാധിപത്യം ലഗാനില്ലാത്തവരും മത്തുപിടിപ്പിച്ചവരും താന്തോന്നിത്ത പൂജകരുമായ ജനങ്ങളുടെ സാമൂഹ്യ അഭിലാഷങ്ങൾക്ക് നിയമനിർമ്മാണത്തിനുള്ള പൂർണ്ണ അധികാരം സമ്മാനിച്ചിരിക്കുന്നു. ഇത് അതേ പുസ്തകത്തിന് പറയുന്നുണ്ട്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, ദേശസ്നേഹത്തെക്കുറിച്ചല്ല ഇതിൽ പറയുന്നത്, ദേശീയ ഭ്രാന്തിനെ കുറിച്ചാണ് പറയുന്നത്. ഇനി ഇന്ത്യ അനുഭവിക്കുന്ന പ്രശ്നം എന്തോ പൂർത്തിയാക്കട്ടെ. ഇനി ഇന്ത്യ അനുഭവിക്കുന്ന പ്രശ്നം ദേശഭ്രാന്താണ്. ദേശീയത, വംശീയ ഭ്രാന്തിൻ്റെ ബേസ് ദേശഭ്രാന്താണ്. രണ്ടാമത് നിങ്ങൾ മനസ്സിലായി മതേതരത്വത്തെക്കുറിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, മതമുക്തമായ മതേതരത്വത്തോട് നമുക്ക് എപ്പോഴും യോജിപ്പില്ല. ഇന്ത്യൻ മതേതരത്വം അതല്ല. ഇത് എഴുതുന്ന വർഷങ്ങൾ മനസ്സിലാക്കണം. ഇന്ത്യൻ മതേതരത്വം എന്ന് പറയുന്നത് മതത്തെ ഉൾക്കൊള്ളുന്ന മതേതരത്വമാണ്. അതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി മതേതര കാഴ്ചപ്പാടിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. മൂന്നാമത് ജനാധിപത്യത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജനാധിപത്യത്തിൻ്റെ ദൗർബല്യങ്ങളെക്കുറിച്ച് ഗാന്ധിജി വിമർശിക്കുന്നുണ്ട്. ഗാന്ധിജിയോളം മൗദൂദി വിമർശിച്ചിട്ടില്ല. ഇസ്ലാമിക നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഭരണഘടനയോടുകൂടിയ ജനാധിപത്യ സംവിധാനമാണെങ്കിൽ എനിക്ക് ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ല. ഇസ്ലാമിക ശരീഅത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന അതിന് ഞാൻ പറഞ്ഞല്ലോ, അപ്പോഴാണോ ജനാധിപത്യം പൂർണ്ണമാകുക? ഒരു വാല്യൂ ഞാൻ പറയുന്നത് അത് ആ വാല്യൂ എന്താണ്, മൂല്യം എന്താണെന്നുള്ളത് തീരുമാനിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ നിലനിൽക്കുന്ന സിസ്റ്റത്തോട് അംഗീകരിച്ചു. നിങ്ങൾ പറഞ്ഞല്ലോ, ഇപ്പം CPM ഇവിടെ പ്രവർത്തിച്ചുകൊണ്ട്, കമ്മ്യൂണിസ്റ്റ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ട്, കമ്മ്യൂണിസത്തിൻ്റെ കൺസെപ്റ്റ് എന്താ? ഞാൻ പറഞ്ഞു, ഓരോരുത്തർക്കും ഓരോ കൺസെപ്റ്റ് ഉണ്ടല്ലോ, അവരുടേതായ ഒരു വാല്യൂ പൊളിറ്റിക്സ് ഉണ്ടല്ലോ. ഈ വാല്യൂ ബേസ്ഡായ ഒരു വാല്യൂ ആണ്. അപ്പം നമ്മൾ ഇസ്ലാമിക് വാല്യൂസിൽ നിന്നുകൊണ്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർ അവരുടെ വിപ്ലവത്തിലൂടെ സാധ്യമാവുന്ന കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം എന്ന് പറയുന്നത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലക്ഷ്യമേ അല്ല. ജനകീയ ജനാധിപത്യം അവരുടെ ആശയ ആദർശമായി അവർ സ്വീകരിച്ചു കഴിഞ്ഞു. ഞാൻ നിങ്ങൾ എന്നോട് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഞാൻ നിങ്ങളോട് ഫസ്റ്റിലേ പറഞ്ഞു, ജമാഅത്തെ ഇസ്ലാമി ലക്ഷ്യം വെക്കുന്നത് ഈ ഇസ്ലാമിനെ നിലനിർത്തുകയും ഇസ്ലാമിനെ പ്രബോധനം ചെയ്യുകയും ഇസ്ലാമിൻ്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തെ വാർത്തെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അത് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചുകൊണ്ടാണ്. ജമാഅത്തെ ഇസ്ലാമി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് മതരാഷ്ട്രവാദത്തിന് വേണ്ടിയല്ല. നിങ്ങളോട് ആദ്യം പറഞ്ഞല്ലോ, മതരാഷ്ട്രവാദമല്ല ഉദ്ദേശിക്കുന്നത്. എല്ലാവരും ആ ഒരു ദൈവികമായ ദീനിൻ്റെ വ്യവസ്ഥയിലേക്ക് വരിക. സ്വാഭാവികം വരുമ്പോൾ ആ ദൈവിക വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ സമൂഹം ഉണ്ടാവും, അപ്പോൾ രാഷ്ട്രമായിട്ട് മാറും. ഞാൻ പറഞ്ഞത് സാമൂഹ്യക്രമം സ്വാഭാവികമായിട്ടുണ്ടോ? പ്രവാചകൻ്റെ കാലത്ത് അങ്ങനെയാണ് ഉണ്ടായത്.
അതൊരു ജനതയുടെ മേൽ അടിച്ചേൽപ്പിക്കേണ്ടതോ പറയേണ്ടതോ ഒന്നുമല്ല. അപ്പോഴുണ്ടാവുന്ന ഒരു ഭരണ വ്യവസ്ഥ എന്ന് പറയുന്നത് ശരീഅത്ത് അടിസ്ഥാനത്തിലുള്ള ഒരു ഭരണക്രമം അല്ല ഞാൻ പറയുന്നത്. അതിലേക്ക് പോകേണ്ട സമയമല്ലല്ലോ. ഒരു ലക്ഷ്യം എന്താണെന്ന് ഉദ്ദേശിച്ചത് ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം ഇസ്ലാമിന്റെ പ്രബോധനം ചെയ്യലാണ്, ഇസ്ലാമിനെ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക. ആ പ്രബോധനത്തിലൂടെ ഇന്ത്യ എന്ന് പറയുന്നത് അതത് ജനത അന്നത്തെ ജനാധിപത്യ ക്രമത്തിൽ തീരുമാനിക്കേണ്ടതല്ലേ? അത്തരം ക്വസ്റ്റ്യൻ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതില്ലല്ലോ. ഒരു ഘട്ടത്തിൽ ഇസ്ലാമിക ഒരു സൊസൈറ്റി മൊത്തം ഇസ്ലാമിനെ ആശ്ലേഷിക്കുന്ന ഒരു ഘട്ടത്തിൽ എന്തെന്നുള്ളത് ജനാധിപത്യപരമായും കൂടിയാലോചിച്ചും അപ്പെടുക്കേണ്ട തീരുമാനമാണ്. പ്രവാചകനും അങ്ങനെ തന്നെ തീരുമാനമെടുത്തത്. പ്രവാചകൻ്റെ ആദ്യത്തെ ഒരു സാമൂഹ്യക്രമം രൂപപ്പെടുന്ന ഘട്ടത്തിൽ ജൂതനും ക്രിസ്ത്യാനിയും ഒക്കെ ആ സംവിധാനത്തിനകത്തുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാനിപ്പോൾ ഒരു ഇന്ത്യ എന്ന് പറയുന്ന ദേശീയതയെ ജമാഅത്തെ ഇസ്ലാമി അംഗീകരിക്കുന്നുണ്ടോ? പിന്നെന്താ, ദേശഭ്രാന്തിനെയാണ് നമ്മൾ അംഗീകരിക്കാത്തത്. അതിർത്തിക്ക് ഇപ്പുറം ശരി, അതിർത്തിക്ക് അപ്പുറം തെറ്റ് എന്ന ദേശഭ്രാന്തിനെ നമ്മൾ അംഗീകരിക്കുന്നത്. ഇന്ത്യൻ ദേശാതിർത്തിക്കകത്ത് നിന്നുകൊണ്ട് വിശ്വമാനവികതയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എനിക്കൊന്ന് കുറേ തെറ്റിദ്ധാരണകളൊക്കെ എല്ലാവർക്കും ഉണ്ട്. മൊത്തത്തിൽ സമൂഹത്തിലുള്ള ധാരണകളാണ് ഉണ്ട്. ജമാഅത്തെ ഇസ്ലാമി ഏറെ വായിച്ച് മനസ്സിലാക്കുന്നത് സ്വാഭാവികമായിട്ടും മൗദൂദിയുടെ പുസ്തകങ്ങളിലൂടെയോ ജമാഅത്തെ ഇസ്ലാമിയുടെ വെബ്സൈറ്റിലൂടെയൊക്കെ തീർച്ചയായും സ്വാഭാവികമായിട്ടും അതിൽ പറയുന്ന കാര്യങ്ങളിലൊക്കെ ഒരു മൗലികവാദത്തിന്റെ മാത്രം അടിസ്ഥാന ഒരു ബേസ് ഉണ്ട് അതിനകത്ത്. ജമാഅത്തെ ഇസ്ലാമി ഏറെ പതിറ്റാണ്ടായില്ലേ രഞ്ജിത്ത് ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്. നിങ്ങൾ ഇവിടുത്തെ മതസംഘടനകളെയും രാഷ്ട്രീയ സംഘടനകളെയും സാമൂഹിക സംഘടനകളെയും ജമാഅത്തെ ഇസ്ലാമിയെ സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കി. എന്നിട്ട് നിലനിൽക്കുന്ന ഏറെ പതിറ്റാണ്ടിൻ്റെ ചരിത്രത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും നിലനിൽക്കുന്ന ഭരണഘടനക്കോ രാജ്യത്തിനോ സമൂഹത്തിനോ ബഹുസ്വരതക്കോ കേരളീയ സമൂഹത്തിനകത്ത് ഏറ്റവും ഇതര മതവിഭാഗവുമായി സാഹോദര്യത്തിലും സൗഹൃദത്തിലും നിലനിൽക്കുകയും അതിനുവേണ്ടി മാത്രം പദ്ധതികളും പരിപാടികളും ആവിഷ്കരിക്കുകയും ചെയ്യുന്ന ജമാഅത്തെ ഇസ്ലാമി ഈ 7.5 പതിറ്റാണ്ടിനിടയിലാണ് മതരാഷ്ട്രവാദത്തിന്റെ പേരിൽ പഴി കേൾക്കേണ്ടി വന്നിട്ടുള്ളത്. അല്ല, ഒരു മിനിറ്റ്, അതിനെക്കുറിച്ച് ഞാൻ പറയാം. ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് മതരാഷ്ട്രവാദം ഇപ്പോൾ പറയുന്ന ആരാ? CPM ആണ്. CPM മാത്രമൊന്നുമല്ല, ആയിക്കോട്ടെ, ശക്തമായിട്ട് ഉന്നയിക്കുന്നത് CPM ആണ്. 2019 ശേഷമാണ് മൗദൂദി വന്നത്. 2019 ശേഷമാണ് മതരാഷ്ട്രവാദം ഉണ്ടായത്. അതായത് തങ്ങൾക്ക് വിയോജിക്കേണ്ടി വരുമ്പോൾ ഭീകരവൽക്കരിക്കുകയും അതുപോലെ തന്നെ അപരവൽക്കരിക്കുകയും ചെയ്യുന്നതിന് ടൂളായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഈ ദീനിൻ്റെ സംരക്ഷണത്തിനും ദീനിൻ്റെ പ്രചാരണത്തിനും ഒക്കെ തന്നെയാണ് പണ്ട് മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നത്. ഞാൻ ചോദിക്കുന്ന ലീഗുമായിട്ടുണ്ടായിരുന്ന ലീഗ് സമുദായത്തിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി ഉണ്ടായ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഇതൊരു ഇസ്ലാമിക പ്രസ്ഥാനമാണ്. അല്ല, ജമാഅത്തെ ജീവിതം എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി ഒരു സാമൂഹികമായ സാംസ്കാരികമായ സാമ്പത്തികമായ രാഷ്ട്രീയമായ ഒരു ബദൽ രൂപീകരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമി രൂപീകരിക്കല്ല, രഞ്ജിത്ത് പഠിക്കണം. ഇസ്ലാം സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക പാരിസ്ഥിതിക ധാർമ്മിക മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നൊരു ദർശനമാണ്. ആ ദർശനത്തെ നിങ്ങൾ ബദലിലേക്ക് പോകണ്ട. ആ ഒരു ദർശനത്തെയാണ് ജമാഅത്തെ ഇസ്ലാമി പ്രതിനിധീകരിക്കുന്നത്. ആ ദർശനത്തെയാണ് സമൂഹത്തിലേക്ക് പകർന്നു കൊടുക്കുന്നത്. ബുദ്ധിയുള്ള മനുഷ്യരല്ലേ ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെന്താ ഇത്ര ടെൻഷൻ? ഈ ലക്കും ദീനക്കും വലിയ ദീൻ എന്ന് പറയുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എൻ്റെ മതം എന്ന് പറയുന്ന അതൊരു സർവ്വമത സമഭാവനയല്ല, പക്ഷേ സർവ്വമത റെസ്പെക്റ്റുള്ളൊരു കൺസെപ്റ്റാണ്. അതിനെയാണോ ജമാഅത്തെ ഇസ്ലാമി അംഗീകരിക്കുന്നത്? അതെ, ഓരോരുത്തർക്ക് അവരുടെ മതം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവരവർക്ക് ശരിയെന്ന് തോന്നുന്നത് വകവെച്ചു കൊടുക്കലാണ് ജനാധിപത്യം. അതോടൊപ്പം തന്നെ പരസ്പരമുള്ള ആശയവിനിമയമാണ് അതിൻ്റെ ആശയപ്രചരണത്തിൻ്റെ രീതി എന്ന് പറയുന്നത്. അത് വളരെ ഭംഗിയായി ജമാഅത്തെ ഇസ്ലാമി നിർവഹിക്കുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ നയം, ആദർശം തുടങ്ങി ധാരാളം പ്രസംഗങ്ങൾ യൂട്യൂബിലൊക്കെ ലഭ്യമാണ്. അതിൽ പറയുന്നുണ്ട്, ആദർശം മാറാതെ നിൽക്കുകയും നയം കാലാകാലങ്ങളിൽ മാറുകയും ചെയ്യുന്നു. അതിൽ മുശ്രിക്കുകളോടും മുനാഫിക്കുകളോടും കാഫിറുകളോടും ഒക്കെയുള്ള നമ്മുടെ നയത്തിൽ കാലാകാലങ്ങളിൽ മാറ്റം വരും എന്നുള്ളതാണ് പറയുന്നത്. എന്തെങ്കിലും അങ്ങനെ പറയുന്നത് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിൻ്റെ പ്രസംഗമാണ്. അദ്ദേഹം പറയുന്നത്, ഇത് താങ്കൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, ഒരു പ്രഭാഷണത്തിൽ കൃത്യമായി ജമാഅത്തെ ഇസ്ലാമി അദ്ദേഹത്തിന്റെ ആശയാദർശങ്ങൾ എന്താണ്, ആദർശം, ലക്ഷ്യം, പ്രവർത്തന മാർഗം എന്ന സബ്ജക്റ്റിൽ ഞാൻ പറയാം ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ആദർശം. അതിൽ മാറ്റം ഉണ്ടാവില്ലെന്ന് അദ്ദേഹം പറയുന്നുണ്ടാവില്ല. പക്ഷെ നയത്തിൽ മാറ്റം, ആളുകളോടുള്ള നയം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടുള്ള ഇപ്പം ഞാൻ പറയാം, CPM പിന്തുണച്ച നയം ഉണ്ടായിട്ടുണ്ട്, വിയോജിച്ച നയം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ വിശ്വമാനവികതയെക്കുറിച്ച് സംസാരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാരാണ് മുശ്രിക്കിനോടും ഷിർക്കിനോടും ഒക്കെ ഞങ്ങൾക്ക് വ്യത്യസ്തമായ നയം ഓരോ കാലഘട്ടത്തിലും ഉണ്ടാവും എന്ന് പറയുന്നു. ഇല്ലല്ലോ, ഇവിടെ മുശ്രിക്കുകളോടും ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
മതത്തിൽ നിന്ന് അതെ അല്ല, മുഷിരിക്ക് ഇസ്ലാം അല്ലാത്ത മുഴുവൻ ജനവിഭാഗവും, ഇസ്ലാമികമല്ലാത്ത ആളുകളും മുഷിരിക്ക് ഇതര മതവിശ്വാസികൾ എന്നാണ്. ഇതര മതവിശ്വാസികളോട് മാന്യമായി വർത്തിക്കണം എന്നുള്ള നിലപാടുള്ള പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. അല്ല, അത് കാലാകാലങ്ങളിൽ മാറും എന്നുള്ളതാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്. ഓരോ നയനിലപാടിൽ ഇഷ്യൂസിനനുസരിച്ച് നിലപാടുകൾ മാറും. അത് ഇഷ്യൂ ബേസ്ഡാണ്. ഒരു കമ്മ്യൂണിറ്റിയോടുള്ള സമീപനം എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തെ, മാനവ സമൂഹത്തെ മുശ്രിക്കെന്നും മുനാഫിക്കെന്നും കാഫിറെന്നും ഒക്കെ വേർതിരിക്കുന്നതിനോടുള്ള അതല്ല, അത് നിങ്ങൾക്ക് ഇതിൻ്റെ ടെർമിനോളജി തിരിയാത്തുണ്ട്. അതായത് അത് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രശ്നമല്ല. വിശുദ്ധ ഖുർആൻ പരിശോധിച്ച മുശ്രിക്കീങ്ങൾ എന്ന് പറയുന്നുണ്ട്. മുശ്രിക്കീങ്ങൾ എന്ന് പറയുന്നത് വിശ്വാസികളല്ലാത്തവർ എന്നല്ല, ഇസ്ലാം മത വിശ്വാസി. അതിനെന്താ പ്രശ്നം? അവരോട് മാന്യമായി വർത്തിക്കണം. അവരുടെ ആരാധനാമൂർത്തികളെ കുറിച്ച് നിങ്ങളൊന്നും പഴിയാറാൻ പാടില്ല. വല്ലാത്ത സുബ്ബുൽ അദിയാനല്ലതി എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത്. കേരളത്തിൽ ഒരു പരമ്പരാഗത മുസ്ലിം കമ്മ്യൂണിറ്റി, പരമ്പരാഗതമായ ഒരു കൊടുക്കൽ വാങ്ങലിൻ്റെ ഒരു സമീപനമുള്ള മുസ്ലിം കമ്മ്യൂണിറ്റി സുന്നികളാണ്. ഈ സുന്നി കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് കേരളത്തിൽ ഇവിടുത്തെ തനത് സമൂഹവുമായി ചേർന്ന് പോകുന്നവരാണ്. ഈ ചേർന്ന് പോകുന്ന ഒരു സമൂഹത്തെ ഒരു ആഗോള തലത്തിൽ ബന്ധപ്പെടുത്തി ഒരു ആഗോള പ്യൂരിറ്റൻ മുസ്ലിം എന്ന കൺസെപ്റ്റിലേക്ക് കൊണ്ടുപോകുന്നതും അതൊരു അടർത്തിയെടുക്കലല്ലേ യഥാർത്ഥത്തിൽ? ആരാ ചെയ്യുന്നത്? ജമാഅത്തെ ഇസ്ലാമി ആരോപണമല്ലേ? അങ്ങനെ പ്യൂരിറ്റൻ വാദമില്ല. ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇവിടെ ഒരു കൺഫ്യൂഷൻ. നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് അംഗീകരിക്കുന്നവരെ കമ്മ്യൂണിസ്റ്റ് പ്യൂരിറ്റൻ എന്ന് പറയും. ഹൈന്ദവ ദർശനത്തെ അംഗീകരിക്കുന്നവരെ ഹൈന്ദവ പ്യൂരിറ്റൻസി എന്ന് പറയും. ഉണ്ട്. ഹൈന്ദവത്തിന് തന്നെ വ്യത്യസ്തമായ പ്യൂരിറ്റൻവാദികളുണ്ട്, തീവ്രവാദികൾ. മുസ്ലിം രണ്ടും നിങ്ങൾ ഇത് ചെയ്യരുത്. ഞാൻ പറയുന്നത് പ്യൂരിറ്റൻ വാദവും തീവ്രവാദവും പറയാം. ജമാഅത്തെ ഇസ്ലാമിയിൽ നിങ്ങൾ എന്താ എക്സ്ട്രീമിസ്റ്റ് വാദം കണ്ടത്? ഞാൻ പറഞ്ഞ ഇസ്ലാമിൽ നിന്നിട്ടാണ് നമ്മൾ സംസാരിക്കേണ്ടത്. ഇസ്ലാമിൽ സുന്നികളും മുജാഹിദുകളും അതുപോലെ തന്നെ തബ്ലീഗ് ഒരുപാട് വിഭാഗം. ഇസ്ലാം ആണെങ്കിലും ഏത് മതവും ഏത് സമുദായവും ഏത് സംസ്കാരവും ഓരോ കാലത്ത് ഓരോ പ്രദേശത്ത് അതിൻ്റേതായിട്ടുള്ള ഭാവഭേദങ്ങളോടുകൂടിയാണ് അവതരിപ്പിക്കപ്പെടുന്നതും അത് കൊണ്ടുപോകുന്നതും. അത് പഴയ പ്രവാചക കാലത്തുള്ളതുപോലെ അല്ലെങ്കിൽ സൗദിയിലുള്ളതുപോലെ അങ്ങനെ ഒരു വളരെ പരിശുദ്ധമായിട്ടുള്ള ഒരു വാദത്തിൽ അങ്ങനെ ആരെ പറഞ്ഞു? ഞങ്ങളോട് പറഞ്ഞല്ലോ, ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വമാണ് ഇജ്തിഹാദ് എന്ന് പറയുന്നത്. ഇജ്തിഹാദ് എന്ന് പറഞ്ഞാൽ ഗവേഷണം എന്നാണ്. കാലാനുസൃതമായി ഇസ്ലാമിനെ വികസിപ്പിക്കാനുള്ള ആയുധമാണ് ഇജ്തിഹാദ്. അതനുസരിച്ച് ഈ കാലഘട്ടത്തിൽ ഏത് ഇഷ്യൂവിനെയും എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത് എന്ന് ഖുർആൻ്റെയും ശരീഅയുടെയും അടിസ്ഥാനത്തിൽ ഇജ്തിഹാദ് നടത്താനും അതിൽ പുതിയ വികാസങ്ങൾ ഉണ്ടാക്കാനും കഴിയും. ഈ മുസ്ലിം ലീഗുമായിട്ട് എവിടെയാണ് ആശയപരമായ ഭിന്നതയുള്ളത്? മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള അർത്ഥത്തിൽ അവരെടുക്കുന്ന കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മളോട് പിന്തുണക്കാറുണ്ട്. പലപ്പോഴും കമ്മ്യൂണിറ്റിയുടെ താല്പര്യങ്ങൾ അവർ കോംപ്രമൈസ് ചെയ്യുന്ന ഘട്ടത്തിൽ നമ്മൾ വിയോജിക്കാറുണ്ട്. ഈ ജമാഅത്തെ ഇസ്ലാം ഈ ലീഗ് എടുക്കുന്ന ചില കോംപ്രമൈസുകൾ അതൊരു ബഹുസ്വര സമൂഹത്തിൽ മുന്നണി രാഷ്ട്രീയം, അത് നിങ്ങളുടെ വ്യാഖ്യാനമാണ്. ബഹുസ്വര സമൂഹത്തിൽ എന്നുള്ളതല്ല. അത് നമ്മളിപ്പോൾ ഉദാഹരണത്തിലേക്ക് പോകേണ്ടതില്ല. ഇപ്പം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം കമ്മ്യൂണിറ്റിയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഇഷ്യൂസിൽ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയെല്ലാം രൂപീകരിച്ച് യോജിച്ചു പോകുന്ന സാഹചര്യമുണ്ട്. ചില സന്ദർഭത്തിൽ ചിലപ്പം മുസ്ലിം ലീഗും അധികാരത്തിൽ വരുമ്പോൾ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റായ സമീപനം ഉണ്ടാവും. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി എതിർക്കും. അപ്പോൾ കേന്ദ്രത്തിൽ BJP അധികാരത്തിലിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു പൊതുശത്രുവിനെതിരെ, BJP ആണല്ലോ കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്നത്, അപ്പോൾ ഒരു പൊതുശത്രുവിനെതിരെ ഒന്നിക്കുക എന്ന അടിസ്ഥാനത്തിൽ ജമാഅത്തെ ഇസ്ലാമിയും ലീഗും ഒക്കെ ഒരു ലീഗുമായിട്ട് മാത്രമല്ല CPM-ആയിട്ടും കോൺഗ്രസ്സായിട്ടും ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗമായിട്ടുമാണ് ദേശീയ അടിസ്ഥാനത്തിൽ ജമാഅത്തെ ഇസ്ലാമി ചേർന്ന് പ്രവർത്തിക്കുന്നത്. കേരളത്തിൽ മാത്രമാണ്. കേരളത്തിൽ CPM രണ്ടും ഇന്ത്യ മുന്നണി രണ്ട് പക്ഷത്തായതിൻ്റെ പ്രശ്നമാണ്. അതെന്തുകൊണ്ടാണ് CPM അല്ല തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ UDF-ഉമായി യോജിച്ച് മുന്നോട്ട് പോകാവുന്നൊരു സാഹചര്യത്തിലാണ്, രാഷ്ട്രീയ സാഹചര്യത്തിലാണ് നിൽക്കുന്നത് എന്നല്ല, ഇന്ത്യ മുന്നണിയുമായിട്ട് യോജിച്ച് പോകുന്ന ഒരു സാഹചര്യത്തിനാണുള്ളത്. ഇപ്പോൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, അപ്പോഴത്തെ അവസ്ഥയിൽ തീരുമാനിക്കും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അതിലും അപ്പോഴത്തെ അവസ്ഥയിൽ തീരുമാനിക്കും. ഈ 2024 സ്വീകരിച്ച രാഷ്ട്രീയ നിലപാടായിരിക്കില്ല എന്നൊന്നും പറയാൻ കഴിയില്ല. അപ്പോഴത്തെ അവസ്ഥ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇല്ല, അങ്ങനെ ചർച്ചകൾ നടത്തി സമയമുണ്ടല്ലോ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വളരെ അടുത്താണ്. അതൊന്നും കുഴപ്പമില്ല, നമുക്ക് ഇനി കാണാമല്ലോ. വെൽഫെയർ പാർട്ടി എന്ന രീതിയിൽ വെൽഫെയർ പാർട്ടിയെ UDF-ൽ സഹകരിപ്പിക്കുക എന്നുള്ളതാണോ ജമാഅത്തെ? അത് വെൽഫെയർ പാർട്ടിയോട് തന്നെ ചോദിക്കണം. വെൽഫെയർ പാർട്ടിയുടെ കാര്യം ഞാൻ പറയില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ പിൻബലം അതിനുണ്ട്, പക്ഷേ അത് സ്വതന്ത്രമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അല്ല, അവർക്കൊരു അസ്തിത്വം ഉണ്ടാവണമെങ്കിൽ ഏതെങ്കിലും ഒരു മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി അത് അവരോട് ചോദിക്കണം. ഞാനതിൽ പറയില്ല. ജമാഅത്തെ ഇസ്ലാമിക അതിനെക്കുറിച്ചൊരു കാഴ്ചപ്പാട് ഇല്ല. ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടിയുടെ കാര്യത്തിൽ അഭിപ്രായം പറയില്ല. വെൽഫെയർ പാർട്ടി തന്നെ പറയും. ഒരു മാതൃസംഘടന എന്ന രീതിയിൽ. അങ്ങനെ മാതൃസംഘടനയല്ല. അല്ല SIO-വിൻ്റെ മാതൃസംഘടനയാണ് ജമാഅത്ത്. സോൾഡാറ്റിയുടെ മാതൃസംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. വെൽഫെയർ പാർട്ടിയുടെ മാതൃസംഘടനയല്ല. താങ്ക് യു.